ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്ത് നിർമ്മിച്ചുവരുന്ന വ്യാപാര സമുച്ചയത്തിനെതിരെ ഉയർന്ന പരാതിയെ തുടർന്ന് റവന്യൂ വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്ത് നിർമ്മിച്ചുവരുന്ന വ്യാപാര സമുച്ചയത്തിനെതിരെ ഉയർന്ന പരാതിയെ തുടർന്ന് റവന്യൂ വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുൻ കൗൺസിലർ സിയാസിന്റെ പരാതിയെ തുടർന്നാണ് ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം മണ്ണിട്ട് ഉയർത്തിയതിനെ തുടർന്ന് സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായതായി സിയാസ് ആരോപിച്ചു. പ്രദേശത്തെ ഡ്രൈനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതിനാൽ ചെറിയ മഴ പെയ്താലും വെള്ളക്കെട്ട് രൂപപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും ഒരു വലിയൊരു ദുരിതത്തിലേക്കാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ഇപ്പോൾ മണ്ണിട്ട് നികത്തിയിട്ട് നിർമ്മാണ പ്രവൃത്തിയൊക്കെ നടക്കുന്നത്. ഡ്രൈനേജ് അഴുക്കുചാല് ബ്ലോക്കായിട്ടുണ്ട്. ഇപ്പോൾ തീരെ വെള്ളം ഇപ്പോൾ ഈ വർഷം കുറച്ച് മഴ പെയ്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നതാണ്. വെള്ളം നല്ലോണം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോലത്തെ ആളുകൾ വളരെ ദുരിതം അനുഭവിക്കുക. കെട്ടിട നിർമ്മാണത്തിനായി സ്ഥലം ഉയർത്തിയതോടെ നിർമ്മാണക്കാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും സമീപവാസികളാണ് ദുരിതം അനുഭവിക്കുന്നതെന്ന് സിയാസ് ആരോപിച്ചു. ദുർഗന്ധം, മലിനജല പ്രശ്നം, വെള്ളക്കെട്ട് എന്നിവ കാരണം പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഈ കെട്ടിടം ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവരുടെ ആ കോമ്പൗണ്ട് വളരെ ഉയർത്തിക്കെട്ടി നല്ല ടൈലൊക്കെ പതിച്ച് നല്ല വൃത്തിയായിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ അപ്പുറത്തിൽ ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ചളിവെള്ളവും ദുർഗന്ധങ്ങളും ഈ കക്കൂസ് മാലിന്യങ്ങൾ പൊന്തിയിട്ടും ഒക്കെ ദുരന്തം അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. വിഷയത്തിൽ നേരത്തെ സബ് കളക്ടർക്ക് പരാതി നൽകിയിരുന്നുവെന്നും തുടർന്ന് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ പരിശോധനയുടെ ഭാഗമായി ഭൂമി സർവേ നടത്തി അതിർത്തിയും ഉയരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും സിയാസ് വ്യക്തമാക്കി. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ സാറിന് അവിടെ നമ്മൾ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം വന്ന് പരിശോധിച്ചു. ഇപ്പോൾ അത് വീണ്ടും വന്ന് പരിശോധിച്ച് സാറ് വന്നിട്ടില്ലെങ്കിലും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വന്ന് പരിശോധിച്ച് അവർ പോയിട്ടുണ്ട്. അവർ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലെങ്കിൽ സർവേയറെ കൊണ്ടൊക്കെ ഭൂമി അളപ്പിച്ച് ഒന്നും കൂടി പരിശോധിക്കാമെന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. പരാതിയിൽ ബന്ധപ്പെട്ട അധികാരികൾ വിശദമായ പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും വിഷയത്തിൽ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും സിയാസ് അഭ്യർത്ഥിച്ചു. എന്താണെങ്കിലും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സമരത്തിൽ അല്ലെങ്കിൽ ഇതിനൊരു വിഷയത്തിൽ ഞങ്ങളെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ഞങ്ങളോട് നല്ല സഹകരിച്ച് ഞങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് മാത്രം